വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിട്ട് ഒരുപാട് നാളായല്ലേ. അത് എന്തായാലും ഈദ് ഷോപ്പിംഗ് മുതലേ നമുക്കിനി ആ ഷോപ്പിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ ഇന്ന് ഈദൊക്കെ വരുമല്ലേ. സോ ഈദ് ഷോപ്പിംഗ് ചെയ്യാനായിട്ടാണ് ഇതേ പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് ലുലു മോളിലാണ്. ലുലു മോളിൽ പോയിട്ട് ഡ്രസ്സ് കളക്ഷൻസൊക്കെ നോക്കിയിട്ട് ബാലൻസ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മൈൻഡിൽ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുമല്ല ഇന്നൊരു സണ്ണി ഡേ ആയിരുന്നു, ചെറിയ ചൂട്ടുണ്ടായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു. അങ്ങനെ ലുലു മോളൊക്കെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കയറിയത് ഷോപ്പേഴ്സ് സ്റ്റോപ്പിലാണ്. അവിടെ ഈദ് കളക്ഷൻസൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ആൻഡ് അതിൽ തന്നെ ആദ്യം നോക്കാനായിട്ട് പോയത് ഈ മെൻസ് കളക്ഷൻ ആയിരുന്നു. അതിൽ നോക്കി ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ വന്നത് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. സൂപ്പർ കളക്ഷൻ ആയിരുന്നു ഈ ടീഷർട്സിനും ഷർട്ട്സിനും ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ ഞാൻ നോക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസാണ്. കാരണം വുമൻസിനേക്കാളും കൂടുതലായിട്ട് മെൻസ് കളക്ഷനാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്, കൂടുതൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. റെയർ റാബിറ്റിൻ്റെ ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് നല്ല സൂപ്പർ ക്ലോത്താണ്. അത് അടിപൊളി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ എല്ലാത്തിലും നമുക്ക് ഓഫേഴ്സുള്ള കുറച്ച് ഐറ്റംസ് എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് കളക്ഷൻസ് നോക്കി മെൻസിൻ്റെ. വുമൻസിൻ്റെ ഞാൻ ഉദ്ദേശിച്ച കളക്ഷൻസ് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി മെൻസ് കളക്ഷൻ എടുക്കാനുള്ള ഷർട്ട്സും ജോഗേഴ്സും ടീഷർട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഓരോ ബ്രാൻഡ് അനുസരിച്ച് പ്രൈസിന് വേരിയേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റിയും. അങ്ങനെ എനിക്ക് ആവശ്യത്തിനുള്ളത് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് പിന്നെ നേരത്തെ വെസ്റ്റ് സൈഡിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ആദ്യം കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ മൈൻഡിൽ എടുക്കുന്നത് എനിക്കൊരു ചുരിദാർ, ഒരു റെഡിമെയ്ഡ്സ് ഫുള്ളി സ്റ്റിച്ച്ഡ് ചുരിദാറാണ് അല്ലെങ്കിൽ സൽവാറാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതും കോട്ടൺ കാഷ്വൽസ് ആണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ടോപ്പ് വന്നിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സ്ലീവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോയി ട്രയൽ നോക്കി. ഇതിൻ്റെ സ്ലീവ് കണ്ടോ, എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ സ്ലീവാണ്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആ ബ്ലൂവും റെഡും വൈറ്റും ഒക്കെ വന്നിട്ട് സൂപ്പർബായിരുന്നു. ട്രയൽ നോക്കിയിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ജീൻസിനോടെയും സ്കേർട്ടിനോടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. സോ അതെന്തായാലും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ജ്വല്ലറി സെഷനിലാണ് പോയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഒരുപാട് നാളായി ഈ ഒരു ഇയറിൽ ജ്വല്ലറി ഒരുപാട് നോക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഈ ഒരു വെസ്റ്റ് സൈഡിലാണ് കേട്ടോ. ഈ ഇയറിൽ ഈ ഒരു 2025 അങ്ങനെ ഞാൻ അതിൽ ഫസ്റ്റ് എടുത്ത് കാണിച്ച ആ ഒരു കമ്മൽ എനിക്ക് അടിപൊളി ആ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 300 ആയിരുന്നു റേറ്റ് വന്നിട്ട്. പിന്നെ ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് കമ്മലും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് റേറ്റ് വന്നിട്ട് 200 ആണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. പക്ഷേ എന്തായാലും ഇതൊന്നും എടുക്കാൻ എനിക്കിപ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ എടുത്തത് ഈ കാണിക്കുന്നത്. നല്ല മോഡൽസും ഉണ്ട്, ഞാൻ അടിപൊളിയാണ്. ഇതിന് വന്നിട്ട് 400 ആണ് റേറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജ്വല്ലറിയിൽ വന്നിട്ട് ഈ ഒരു ചെയിനും ഈ ഒരു ലോക്കറ്റും പെൻഡൻറ്റും ഒക്കെ വന്നിട്ട് ആ ഒരു ലാവൻഡർ കളറിലുള്ള ഹാർട്ട് ഷേപ്പ് വന്നിട്ട് പിന്നെ റിങ്ങൊക്കെ വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് സൂപ്പർബായിരുന്നു കേട്ടോ. 399 400 ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാല ചെയിൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഡ്രസ്സ് ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് എഗെയിൻ കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഗ്രീനും ഞാൻ നേരത്തെ കാണിച്ച ബ്രൗണും. പക്ഷേ ഇത് രണ്ടും ആയിരുന്നില്ല എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് രണ്ടും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ചുരിദാർ സെഷനിലോട്ട് പോയി. അവിടെ പോയപ്പോഴും കുർത്തി സെഷനിലോട്ട് പോയപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു 2 സെറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കിയപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. പിന്നെ സെക്കൻഡ് ഇത് എനിക്ക് ഓക്കെ ആയിരുന്നു. ഒരു 1300 ആണ് റേറ്റ് വന്നിട്ട്. പക്ഷേ ആദ്യം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും അത് മാറ്റി വെച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈപ്പ് എനിക്ക് കിട്ടാത്തതുകൊണ്ട്. കാരണം എനിക്ക് കാഷ്വൽസ് ആയിട്ടുള്ള ചുരിദാർ സ്യൂട്ട്സ് ഒന്നും അധികം കയ്യിലില്ല. സോ എന്തായാലും എനിക്കതിനിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ അതായിരിക്കും കൂടുതൽ ബെറ്റർ. സോ അത് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പാർട്ടി വെയർ എടുത്താൽ ശരിയാവത്തില്ല, പാർട്ടി വെയർ എടുത്താലും അധികം എപ്പോഴും ഇടുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ മെൻസ് സെഷനിലോട്ട് പോയപ്പോൾ അവിടുത്തെ അവരുടെ പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു വെസ്റ്റ് സൈഡിലും മെൻസിന് കളക്ഷൻ സൂപ്പർബാണ് കേട്ടോ. അത് ലാസ്റ്റ് നോക്കി ഈ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോപ്പേഴ്സ് സ്റ്റോപ്പും വെസ്റ്റ് സൈഡ് നോക്കിയിട്ട് മെൻസിന് കളക്ഷൻസ് എനിക്ക് ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ പോയ ഈ ഒരു ടൈമിൽ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ആ ഒരു ബില്ലിംഗ് സെഷനിൽ നിന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ചപ്പൽസ് നോക്കിയത്. അപ്പോഴാണ് ഓർത്തത് ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ സാരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ചെരുപ്പ് എടുക്കണം. എനിക്ക് സാൻഡൽസ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഓപ്പൺ സാൻഡൽസ് ആണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ഷൂസ് കണ്ടത്. ഈ ഷൂസ് സൂപ്പർബായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷൂസ് ഒരുപാടുള്ളത് കൊണ്ട് ഇതല്ല ഞാനിപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല.
ആൻഡ് അതും കഴിഞ്ഞിട്ട് എഗെയിൻ ഒന്നുകൂടി ഞാൻ ആ ഒരു ജ്വല്ലറി സെക്ഷനിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടുത്തെ ജ്വല്ലറീസ് ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഈ ഒരു ഐറ്റം ഇത് ഞാൻ ആദ്യം ചെയിൻ എന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ബ്രേസ്ലെറ്റ് ആണ്. അതിൻ്റെ തന്നെ സെയിം ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു 400 റുപ്പീസാണ് ഇതിന് വന്നിട്ട്. അടിപൊളിയല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്രേസ്ലെറ്റും വേറെ ചെയിൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പേളിൻ്റെ മോഡൽ വന്നിട്ടുള്ള ഈ ഒരു മാലയും അടിപൊളിയാണ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ കോമ്പിനേഷൻ്റെ ഒരു 2 ബാംഗിൾസ് ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് 400 ആണ് റേറ്റ്. പിന്നെ കുറച്ച് ചെയിൻസും ജ്വല്ലറി സെഷൻസും ഒക്കെ നോക്കിയിട്ട് അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തായാലും മെയിനായിട്ടും സുഡിയോയിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് നോക്കിയപ്പോൾ സുഡിയോയിൽ ഞാൻ മെയിനായിട്ടും സാൻഡൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ എനിക്ക് ആ ഒരു സാരിക്ക് വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് നോക്കിയപ്പോഴാണ് ഈ 2 എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ഞാൻ വെയർ ചെയ്ത് നോക്കി, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് ആക്ച്വലി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല. എന്തായാലും തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി സാരിയും കൂടി എടുക്കുമ്പോൾ. സോ എന്തായാലും ഞാനത് എന്തായാലും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇതും കൂടി നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുഡിയോയിൽ എനിക്കിപ്പോൾ നോക്കിയിട്ട് കളക്ഷൻസ് അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അധികം ഐറ്റംസ് ഒന്നും എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സുഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ സുഡിയോയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും പ്ലാൻ ഇതല്ലാത്തത് കൊണ്ട് എന്തായാലും ഞാൻ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ലുലു മോളിലെ ഒരു ചെറിയ പർച്ചേസിങ് ആവശ്യത്തിനുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങി. എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തതുപോലുള്ള ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ ആണ് ഇത് നേരെ രാജകുമാരിയിൽ വന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാനായിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇത് പെട്ടെന്നുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുർത്തി എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സെലക്ട് ചെയ്തിട്ട് ഒരു 4 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് അത് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റ് വണ്ണാണ് കേട്ടോ ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി വന്നിട്ട് സൂപ്പർബാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട് 1600 സംതിങ് ആണ്. പിന്നെ നോക്കിയത് ഈ ഒരു ഡ്രസ്സാണ്. ആൻഡ് ഈ ഒരു മെറൂൺ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഈ മെറൂണിൻ്റെ തന്നെ ഈ ഒരു ഗ്രീൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഡ്രസ്സും നോക്കി. അതും എനിക്ക് ഓക്കെ ആയിരുന്നു, അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതും ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നോക്കിയതാണ് ഈ ഒരു നേവി ബ്ലൂ. ഈ നേവി ബ്ലൂവും സൂപ്പർബായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ 2 ഇതേപോലത്തെ ക്യാഷ്വൽസ് ആയിരുന്നു ഇപ്രാവശ്യം എനിക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു നേവി ബ്ലൂവും ആദ്യത്തെ ആ ഒരു ഗ്രീനുമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യത്തെ ഈദ് വെയർ ആയിട്ടും. പിന്നെ എനിക്ക് ക്യാഷ്വൽസ് ആയിട്ട് ഓഫീസിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണല്ലോ എപ്പോഴും. സോ അതുകൊണ്ട് ഇത് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ സാൻഡൽ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ അതിന് വേറൊരു ദിവസം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഈദ് പർച്ചേസ്. എല്ലാവർക്കും എൻ്റെ ഈദ് വിഷസ്. സോ ബൈ.